കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് കാര്യം എന്നുള്ളൊരു സംശയം ചിലപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഉണ്ടാകാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളി വർഗ പാർട്ടിയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയിൽ അംഗങ്ങളായവരുടെ പാർട്ടിയല്ലേ? വിദ്യാർത്ഥികളായിട്ടുള്ള നമുക്കെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ചെയ്യാനുള്ളത് എന്ന സംശയം നിങ്ങൾക്കുണ്ടായിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ പരിപാടിക്ക് വരുന്നത് കാണുന്ന ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ലോകത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് വിപ്ലവം എന്ന പ്രക്രിയ, ആ പ്രക്രിയയുടെ മുന്നണി പോരാളികൾ, അതിൻ്റെ നേതൃത്വം ഈ നാട്ടിലെ തൊഴിലാളികളാണ്, തൊഴിലാളി വർഗമാണ് എന്നുള്ളതാണ്. പിന്നെന്തിനാണ് ആ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെ ഇങ്ങനെ വിളിച്ചു ചേർക്കുന്നത്, അല്ലെങ്കിൽ യുവാക്കളെ വിളിച്ചു ചേർക്കുന്നത് എന്ന സംശയം ആളുകൾക്കുണ്ടാകാം. അതിൻ്റെ ഒരു ഉത്തരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ സ്വത്താണ് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ സ്വത്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഔപചാരികമായി അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ സ്വത്താണ് എന്ന് അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥരാരല്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ അല്ല. അംഗങ്ങളും ആണ്, എന്നാൽ അതിൻ്റെ അവകാശികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ മാത്രമേ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരല്ല, അതിൻ്റെ ഏതെങ്കിലും പ്രത്യേക കമ്മിറ്റിയും അല്ല. പിന്നെ ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശികൾ ഈ ലോകത്തെ മർദ്ദിതരായ എല്ലാ മനുഷ്യരുമാണ്. ഈ ലോകത്തെ അധ്വാനിച്ച് ജീവിക്കുന്ന, മറ്റ് മനുഷ്യനെ ചൂഷണം ചെയ്യാതെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഉടമസ്ഥരായിട്ടുള്ള പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. എന്ന് വച്ചാൽ നാളെ ഈ സമൂഹത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്ന ഇന്നത്തെ വിദ്യാർത്ഥികളുടെ കൂടി പ്രസ്ഥാനത്തിൻ്റെ പേരാണെന്ത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. വിദ്യാർത്ഥികളും തൊഴിലാളി വർഗ പ്രസ്ഥാനവും തമ്മിൽ എന്താണ് ബന്ധം എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരം, വിദ്യാർത്ഥിത്വത്തെ, വിദ്യാഭ്യാസ നയത്തെ, വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവത്തെ ആ സമൂഹത്തിലെ തൊഴിൽ നയങ്ങൾ, തൊഴിലാളികളുടെ ജീവിതം, തൊഴിൽ പരിസരം എന്നിവയുമായിട്ട് അടർത്തി മാറ്റിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ആരല്ല? വിദ്യാർത്ഥികൾ ഒരു സമൂഹത്തിൽ ഒരു ദ്വീപിൽ ജീവിക്കുന്നത് പോലെ ഒറ്റപ്പെട്ട തുരുത്തിൽ ജീവിക്കുന്നവരല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണോ, ഒരു രാജ്യത്തിൻ്റെ ഘടന എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് വിദ്യാർത്ഥികളും എന്ന് കാണാൻ നമുക്ക് പറ്റും. ഉദാഹരണത്തിന്, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാറുണ്ട്. കൊളോണിയൽ വിദ്യാഭ്യാസ നയം എന്നാണ് നമ്മളതിനെ വിളിക്കുക. മെക്കാളയുടെ മിനിറ്റ്സ് 1835 മെക്കാളയുടെ മിനിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിലാണ് എന്താണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുള്ളത്. അതിൽ മെക്കാളെ എഴുതുന്നുണ്ട് 1835 നമുക്കൊരു തലമുറയെ നിർമ്മിച്ചെടുക്കണം. ഏത് തരത്തിലുള്ള തലമുറ? എന്താണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നത് എന്താണ്? നമുക്കൊരു തലമുറയെ നിർമ്മിച്ചെടുക്കണം. ഏത് തരത്തിലുള്ള തലമുറ? ജനാധിപത്യ ബോധമുള്ള തലമുറയല്ല, മതനിരപേക്ഷ ബോധമുള്ള തലമുറയല്ല, സംവാദനക്ഷമതയുള്ള തലമുറയല്ല, അന്വേഷണ ത്വരയുള്ള തലമുറയല്ല, മറിച്ച് നമുക്ക് we have to create a community, a class of people
who will be Indians in blood and skin. ത്വക്കിന്റെ നിറത്തിലും രക്തത്തിലും ബ്രിട്ടീഷുകാരായിരിക്കുകയും എന്നാൽ അഭിരുചിയിലും സമീപനത്തിലും ചിന്താശേഷിയിലും ബ്രിട്ടീഷുകാരായിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. കാഴ്ചയിൽ ഇന്ത്യക്കാരായിരിക്കണം, അവർ നിറത്തിലും രക്തത്തിലൊക്കെ ഇന്ത്യക്കാരായിരിക്കും. പക്ഷെ എന്തായിരിക്കില്ല, അവരുടെ അഭിരുചി, അവരുടെ സമീപനം, അവരുടെ ചിന്താരീതി അത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒന്നായിരിക്കണം. എന്ന് വച്ചാൽ ഇന്ത്യയിലെ അളവറ്റ സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പദ്ധതി. ഉത്സവ പട്നായിക് എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആധികാരികമായി സമഗ്രമായി പഠനം നടത്തിയിട്ട് ലോകത്തിന് മുന്നിൽ തെളിയിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് 2 നൂറ്റാണ്ട് കാലത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തിനിടയിൽ, കൊളോണിയൽ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നും ചോർത്തിക്കൊണ്ടുപോയിട്ടുള്ള സമ്പത്ത് ഇന്നത്തെ കണക്കിൽ $45 ട്രില്യൺ എന്നാണ്. 45 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം എഴുതിയിട്ട് 12 പൂജ്യം ചേർത്താലാണ് 1 ട്രില്യൺ ആവുക. 45 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയാണ്. 45 ട്രില്യൺ ഡോളറിന് സമാനമായ തുക സമ്പത്ത് ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രക്രിയയുടെ പേരായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസം എന്നുള്ളത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സമ്പത്ത് ലോകത്തിന്റെ മൊത്തം സമ്പത്തിന്റെ 17% ഏകദേശം 1/5. ആ ഇന്ത്യയാണ് 2 നൂറ്റാണ്ട് കാലത്തെ കൊളോണിയൽ ഭരണം കഴിയുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളൊന്നാക്കിയിട്ട് ഈ കൊളോണിയലിസം ബ്രിട്ടീഷുകാർ മാറ്റിത്തീർത്തത്. അങ്ങനെ മാറ്റിത്തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കൊള്ളയടിക്കലിന് അനുയോജ്യമായിട്ടുള്ള കൂലിക്കാരെ നിർമ്മിക്കുവാനുള്ള പദ്ധതിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ പദ്ധതി. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കൊള്ളയ്ക്ക് കൂലിവേല ചെയ്യുവാൻ വേണ്ടി ഇന്ത്യയിൽ പരിശീലനം ലഭിച്ച ആളുകളെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം. ആ കാലത്തെ തൊഴിലുമായി ചേർത്ത് വെക്കാതെ നമുക്ക് വിദ്യാഭ്യാസത്തെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. സ്വതന്ത്ര ഇന്ത്യയിലും അത് തന്നെയാണ് നടന്നത്. 1944 ഇന്ത്യയിൽ ഒരു പുതിയ വ്യവസായ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേര് ബോംബെ പ്ലാൻ എന്നാണ്. ടാറ്റ ബിർള പ്ലാൻ എന്നും അതിനെ പറയാറുണ്ട്. എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിശക്തമായി കൊടുമ്പിരി കൊണ്ട് അതിൻ്റെ ഒരു അവസാന പാദത്തിലേക്ക് കടക്കുന്ന ഒരു സമയം, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് ഇന്ത്യ വിട്ടു പോകേണ്ടി വരും എന്ന് നിശ്ചയമായിരുന്നൊരു സമയം, പുതിയൊരു ഇന്ത്യ ഇതാ പിറക്കുകയാണ് എന്ന എല്ലാ തോന്നലുകളും ഉണ്ടായിട്ടുള്ള ഒരു കാലം. അക്കാലത്താണ് അങ്ങനെയൊരു ഇന്ത്യ, ഒരു സ്വതന്ത്രമായ ഇന്ത്യ ജനിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ വ്യവസായ നയം എന്തായിരിക്കണം എന്നുള്ളൊരു ചർച്ച വരുന്നത്. അപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖന്മാർ, അന്നത്തെ വ്യവസായ പ്രമുഖന്മാർ ടാറ്റ, ബിർള, മഫറ്റ്ലാൽ എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖന്മാർ ഒത്തുചേർന്നിട്ട് ഇന്ത്യയുടെ വ്യവസായ നയം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കി 1944. അതിൻ്റെ പേരാണ് ടാറ്റ ബിർള പ്ലാൻ എന്നുള്ളത്. ആ ടാറ്റ ബിർള പ്ലാനിനനുസരിച്ചിട്ടാണ് പിന്നീട് ഇന്ത്യയിലെ വ്യവസായ നയം ഉണ്ടാകുന്നത്. ആ വ്യവസായ നയത്തിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ നയമാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് കാണാനും നമുക്ക് സാധിക്കും. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്, നമ്മൾ ഇന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നത് നമ്മളോട് ചോദിച്ചിട്ടല്ല, നമ്മളോട് സംസാരിച്ചിട്ടല്ല, വിദ്യാർത്ഥി സമൂഹത്തെ, അധ്യാപക സമൂഹത്തെ കേട്ടുകൊണ്ടുമല്ല. ഭരണകൂടം അതത് കാലത്തെ വിദ്യാഭ്യാസ നയത്തെ തീരുമാനിക്കുന്നത് ആ കാലത്തെ മാർക്കറ്റിന്റെ ആവശ്യം എന്താണ്, ആ കാലത്തെ തൊഴിലിന്റെ ആവശ്യം എന്താണ് എന്നാലോചിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ കാലത്ത്
പാസാക്കിയിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയം ഈ കാലത്ത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന അംബാനിയും ബിർളയും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ഏത് തരത്തിൽ തൊഴിൽ ചെയ്യാൻ പരിശീലനം ലഭിച്ച ആളുകളെയാണോ ലഭിക്കേണ്ടത് അവർക്കനുയോജ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളികളുടെ സമരം ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ കൂടി സമരമാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ ജീവിതം തൊഴിലാളികളുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടിട്ടുള്ള ഒന്നല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ ഈ തൊഴിൽ ഇടങ്ങളിലേക്ക്, ഈ അധ്വാനിക്കുന്ന വർഗത്തിനിടയിലേക്ക് തൊഴിൽ അന്വേഷിച്ച് തൊഴിലാളികളായി കടന്നു പോകേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും. അതുകൊണ്ട് തൊഴിൽ എന്നുള്ളത് വിദ്യാർത്ഥികളുടെ കൂടി വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കുണ്ടാകേണ്ടതില്ല. ഒന്ന്. മറ്റൊന്ന്, അങ്ങനെയാണെങ്കിൽ എന്തിന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, ലോകത്തെ വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ചോദ്യം ആണ്. ഇതിനാ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത്? ഈ പാർട്ടിക്ക് എവിടെയെങ്കിലും വേരുണ്ടോ? ഈ പാർട്ടി എവിടെയെങ്കിലും ഉണ്ടോ? നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഇടതുപക്ഷം പരാജയപ്പെട്ടുകൊണ്ട് നിൽക്കുകയല്ലേ. നേരത്തെയാണെങ്കിൽ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അധികാരത്തിൽ. എന്നാൽ ഇപ്പോഴോ ഇന്നതൊരു സംസ്ഥാനത്തിലാണ് ഉള്ളത്. ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്ത് കണ്ടിട്ടാണ് മക്കളെ നിങ്ങൾ ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന്. രാഷ്ട്രീയം നല്ലത്, പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെന്തിനാണ് ആളുകളില്ലാത്ത ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് എന്ന് ഒരുപക്ഷെ നമ്മളെല്ലാം ഓരോ ദിവസവും കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യം ആയിരിക്കും. ആണോ? ഇന്ത്യയിൽ ആളുകളില്ലാത്ത ഒരു പാർട്ടിയാണോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തൊരു പാർട്ടിയാണോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അല്ല. എന്തുകൊണ്ടല്ല? അല്ല എന്നുള്ളത് ഹൃദയത്തിൽ തൊട്ടിട്ട് പറയുന്നവരായിട്ട് പുതിയ കാലത്തെ ക്യാമ്പസ് യൗവനത്തിന് സാധിക്കേണ്ടതുണ്ട്. എന്തേ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നു? അതിൻ്റെ ഉത്തരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ വിലയിരുത്തേണ്ടത്, ഇടതുപക്ഷത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഏത് മാനദണ്ഡത്തിലാകരുത്? ഇടതുപക്ഷത്തെ വിലയിരുത്തുവാനുള്ള മാനദണ്ഡം, ഇടതുപക്ഷത്തെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം ആ ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് ലഭിക്കുന്നുണ്ട് എന്ന കണക്കാകരുത്. അങ്ങനെയാകരുത്. ഇടതുപക്ഷത്തെ വിലയിരുത്തുവാൻ ഉള്ള മാനദണ്ഡം എന്താകരുത്? മാധ്യമങ്ങളിൽ ആ ഇടതുപക്ഷത്തിന് എത്ര ഇടം ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ആകരുത്. ഇടതുപക്ഷത്തെ വിലയിരുത്തുവാനുള്ള മാനദണ്ഡം എന്താകരുത്? ഇടതുപക്ഷത്തിൻ്റെ നേതൃനിരയിൽ ലോകം ആഘോഷിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് എന്ന കണക്കെടുത്തുകൊണ്ടും ആകരുത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിലയിരുത്തുവാനുള്ള മാനദണ്ഡങ്ങൾ എന്തല്ല? അത് തിരഞ്ഞെടുപ്പിൽ അതിന് എത്ര സീറ്റ് ലഭിക്കുന്നു എന്ന കണക്കല്ല. ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം, പ്രസക്തി വിലയിരുത്തുവാനുള്ള മാനദണ്ഡം മാധ്യമങ്ങൾക്കകത്ത് അതിനെത്ര ഇടം ലഭിക്കുന്നുണ്ട് എന്നുള്ളതല്ല. ഇടതുപക്ഷത്തെ അളക്കാനുള്ള മാനദണ്ഡം ഇടതുപക്ഷത്തിന്റെ നേതൃനിരയിൽ ആഘോഷിക്കപ്പെടുന്ന എത്ര മനുഷ്യരുണ്ട് എന്നുള്ളതുമല്ല. പിന്നെ എന്താണ്? ഈ സമൂഹത്തിലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഇടതുപക്ഷത്തിന് എന്താണ് ചെയ്യാനുള്ളത് എന്ന തിരിച്ചറിവായിരിക്കണം, എന്ന അന്വേഷണമായിരിക്കണം. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടതുപക്ഷത്തിന് എന്താണ് ചെയ്യാനുള്ളത് എന്ന ഒറ്റ പരിശോധന, ആ പരിശോധനയാണ് ഈ ചോരച്ചെങ്കൊടിയോട് ചേർത്ത് നമ്മൾ നിർത്തേണ്ടത്. ആ പരിശോധന നമ്മൾ നടത്തിയാൽ ഇന്ത്യയിൽ മനുഷ്യ സ്നേഹമുള്ള ഏതൊരാൾക്കും അണിചേർന്ന് നിൽക്കാൻ വേണ്ടി പറ്റുന്ന പ്രസ്ഥാനമേത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതാണ്. ഞാനത് നമ്മളിങ്ങനെ പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കൂടിയിരിക്കുന്നത് കൊണ്ട് പറയുന്നൊരു വാചകമല്ല. മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമരം നടന്നത് ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ദേശാഭിമാനി വായിക്കുന്നവരാണെങ്കിൽ ദേശാഭിമാനി പത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ടാകും. മറ്റൊരു പത്രത്തിലും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു സമരം? ആ സമരം
ശ്രീപെരുമ്പത്തൂരിലെ സാംസങ് തൊഴിലാളികൾ നടത്തിയിട്ടുള്ളൊരു സമരമായിരുന്നു. സാംസങ്ങിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ് ഉള്ള സ്ഥലം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരാണ്. അവിടെ സാംസങ്ങിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും മുഴുവിയിരിക്കുന്ന ആളുകൾ. സാംസങ്ങിൻ്റെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും, കാരണം നമ്മുടെ ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സാംസങ് എന്ന പേര് 3-4 തവണ ഒരു ദിവസം കാണുന്നതിൽ ഒരു പ്രയാസമില്ല. ആരാ സാംസങ്? ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കമ്പനികളിൽ ഒന്നാണ് സാംസങ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളിൽ ഒന്നാണ് സാംസങ് എന്നുള്ളത്. ആ സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ 2 കമ്പനികൾ ഉള്ളത്, ഒന്ന് ഇന്ത്യയിലാണ്, ഒന്ന് ജപ്പാനിലാണ്. ഇന്ത്യയിൽ അങ്ങനെയൊരു കമ്പനി തുടങ്ങിയപ്പോൾ സാംസങ് പറഞ്ഞ ആദ്യത്തെ അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കമ്പനി തുടങ്ങാം തമിഴ്നാട്ടിൽ, പക്ഷെ എന്തനുവദിക്കില്ല? അവിടെ ട്രേഡ് യൂണിയനെ ഞങ്ങൾ അനുവദിക്കില്ല. തൊഴിലാളികളുടെ യൂണിയനെ പക്ഷേ ഞങ്ങൾ അംഗീകരിക്കില്ല. അവിടെ ഇന്ത്യയിലെ സാംസങ് തൊഴിലാളികളുടെ ഒരു സംഘടന CITU അവിടെ രൂപീകരിച്ചു. എന്നാൽ ആ സംഘടനയ്ക്ക് അംഗീകാരം നൽകാൻ ആര് തയ്യാറായില്ല? സാംസങ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന്, അതിൻ്റെ ഉടമസ്ഥർ തയ്യാറായില്ല. അവർ തയ്യാറാകാത്തതിൻ്റെ കാരണം എന്താ? അവർ ഭയന്നു. എന്തേ അവർ ഭയന്നത്? ഈ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് ഒരു യൂണിയൻ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും വലിയ നഷ്ടം അവർക്ക് സംഭവിക്കും എന്നുള്ളത് കൊണ്ടല്ല, മറിച്ചോ അവരുടെ കമ്പനികൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിലെ ഒരു കമ്പനിയിൽ ട്രേഡ് യൂണിയൻ ഉണ്ട് എന്നറിഞ്ഞാൽ, തൊഴിലാളികൾ സംഘടിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ, ലോകത്തിലെ വിവിധ കമ്പനികളിലെ അവരുടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കൂടി സംഘടിക്കും. അവർ അവരുടെ അവകാശത്തിന് വേണ്ടി, മെച്ചപ്പെട്ട കൂലിക്ക് വേണ്ടി, അവധിക്ക് വേണ്ടി അവർ സമരം ചെയ്യും. അങ്ങനെ സമരം ചെയ്താൽ ഈ കുന്നുകൂട്ടുന്ന ലാഭമുണ്ടല്ലോ, അതൊന്നൊരു ചെറിയ ശതമാനം അവർക്ക് നഷ്ടപ്പെടും. തമിഴ്നാട്ടിൽ മാത്രമല്ല നഷ്ടം ഉണ്ടാവുക, ലോകത്ത് മുഴുവൻ അവർക്ക് നഷ്ടത്തെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ നിന്നും ഒഴുകിത്തുടങ്ങുന്ന സമരത്തിന്റെ ഒരു ഉറവയെ, ഒരു പുഴയുടെ ആരംഭത്തെ, ഒരു ഒഴുക്കിന്റെ, ഒരു ചാലിന്റെ ആരംഭത്തെ, അത് തോടായി പുഴയായി വലിയ സമരത്തിന്റെ സാഗരമായി മാറുന്നതിന് മുമ്പ് ഒരു തടകെട്ടി തടയണം. അതിനു വേണ്ടിയിട്ടാണ് അവർ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. 38 ദിവസം സമരം ചെയ്തു ആ സാംസങ്ങിലെ തൊഴിലാളികൾ. ആ സമരത്തിന്റെ ഒടുവിൽ ആ തൊഴിലാളികൾക്ക് അവർ ആവശ്യപ്പെട്ടിട്ടുള്ള അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടി വന്നു. തങ്ങൾ തൊഴിലാളികളെ അവിടുത്തെ മാനേജ്മെന്റ് കേൾക്കുന്നുവെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. ഈ സാംസങ്ങിന്റെ കമ്പനികളിലേക്ക് നാളെ പണിയെടുക്കാൻ പോകുന്നവരാ നമ്മൾ. ഞാനും നിങ്ങളും എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരില്ലേ? സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്ന ആളുകളില്ലേ? പലതരത്തിൽ ഇതേ കമ്പനിയുടെ പല ജോലികൾ ചെയ്യാൻ വേണ്ടി പോകുന്നവരായിരിക്കാം നാളെ നമ്മൾ. നാളെ ആ തൊഴിലിടത്തിലേക്ക് പോകുന്ന നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ന് അവിടുത്തെ തൊഴിലാളി സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഇത് നമ്മൾ എവിടെ കാണില്ല, ഇത് നമ്മൾ നമ്മുടെ മാധ്യമങ്ങളിൽ കാണില്ല. അവർ ചർച്ച ചെയ്യില്ല, അവർ നമ്മളോട് പറയില്ല. ഈ സമരത്തിന്റെ നേതാക്കന്മാരെ സമരസേനാനികളായിട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കില്ല. ഈ സമരത്തിന്റെ പേരിൽ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കുകയുമില്ല. കാരണം ഈ സമരത്തെക്കുറിച്ച് ആളുകൾ അറിയില്ല എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഇവിടുത്തെ വലതുപക്ഷം ശ്രമിക്കും. എന്നാൽ ഇന്ത്യയിലെ ഇടതുപക്ഷമുണ്ട്. എവിടെയുണ്ട്? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം കർണാടകത്തിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. കർണാടകത്തിലെ 2 സമരങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, കർണാടകത്തിലെ IT തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരമാണ്. ഈ കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ബാംഗ്ലൂരിൽ IT തൊഴിലാളികളായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ കൂടെ പഠിച്ചവർ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള മുതിർന്ന സഹോദരന്മാരൊക്കെ, ഒരു പക്ഷേ സഹോദരിമാരൊക്കെ ഉണ്ടാകാം. ആ കർണാടകത്തിലൊരു സമരം നടന്നു. എന്താ സമരം എന്നറിയോ? കർണാടകത്തിലെ IT മേഖല, കർണാടകത്തിലെ IT മേഖലയുടെ പ്രത്യേകത എന്താ? കർണാടകത്തിലെ IT മേഖലയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ IT മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന നഗരത്തിൻ്റെ പേരാണ് കർണാടക എന്നുള്ളത്. ലോകത്തിൻ്റെ IT ഹബ്ബാണ്
കർണാടക. ബാംഗ്ലൂരിലെ മൊത്തം ജനസംഖ്യ 4 കോടിയാണ്. കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ജീവിക്കുന്ന നാടിൻ്റെ പേരാണ് കർണാടക എന്നുള്ളത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള എത്രയോ ആളുകൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ IT കമ്പനികളിൽ പണിയെടുക്കുന്നുണ്ട്. അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമം കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള പുതിയ തൊഴിൽ നിയമം. ആ തൊഴിൽ നിയമത്തിൻ്റെ ചുവട് പിടിച്ച് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് IT മേഖലയിൽ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ പറയുന്നത് IT തൊഴിലാളികളെ 8 മണിക്കൂറല്ല, ഇനി 14 മണിക്കൂർ വരെ പണിയെടുപ്പിക്കുന്നതിൽ നിയമ തടസ്സമില്ല എന്നാണ്. IT കമ്പനികൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ തൊഴിലാളികളെ 14 മണിക്കൂർ വേണമെങ്കിൽ പണിയെടുപ്പിക്കാം, ഒരു കുഴപ്പമില്ല, ഒരാളും ചോദ്യം ചെയ്യാൻ വേണ്ടി വരില്ല, ആ കമ്പനികൾക്ക് മുകളിൽ ഒരു പിഴയും ഈടാക്കുകയില്ല. നാളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമ്മൾ ആ പണിക്ക് പോയാൽ നിങ്ങളെ ഉറങ്ങുന്ന സമയമൊഴിച്ച് മുഴുവൻ സമയവും പണിയെടുക്കുന്ന യന്ത്രങ്ങളാക്കി മാറ്റാൻ ആ നിയമത്തിന് സാധിക്കും എന്ന് കാണാൻ നമുക്ക് പറ്റും. ആ നിയമം വന്നാൽ എന്താ സംഭവിക്കുക? ആ നിയമം അവിടെ പാസ്സായാൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ഇന്ത്യയുടെ IT ഹബ്ബാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം അവിടുത്തെ IT കമ്പനികൾ ആരാ? ഇന്ത്യയിലെ കമ്പനികളല്ല, കർണാടകത്തിലെ കമ്പനികളല്ല, അത് മൾട്ടിനാഷണൽ കമ്പനികളാണ്, അല്ലെങ്കിൽ അത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള കമ്പനികളാണ്. അവരെന്ത് ചെയ്യും? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളോട് പറയും, നോക്കൂ, കർണാടകത്തിലൊരു നിയമമുണ്ട്, ആ നിയമം നിങ്ങൾ ഈ സംസ്ഥാനത്തിലെല്ലാം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ, ഹൈദരാബാദ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ, ഡൽഹിയിലില്ലെങ്കിൽ, കേരളത്തിലില്ലെങ്കിൽ, മുംബൈയിലില്ലെങ്കിൽ, കൊൽക്കത്തയിലില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങളുടെ കമ്പനികളെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാറ്റും, ഇവിടുന്ന് ഞങ്ങളുടെ കമ്പനികൾ പോകും. ഈ സമ്മർദ്ദത്തിൽ ആര് പെടും? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പെടും. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലെ ഏത് നഗരത്തിലും IT തൊഴിലെടുക്കുന്ന, IT ആണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തൊഴിൽ മേഖല. ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെക്ഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ തൊഴിലാളി വർഗത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിഭാഗം, ഏറ്റവും നവീകരിക്കപ്പെട്ട വിഭാഗം, ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള വിഭാഗം ഉള്ള മേഖലയാണ് വിവര സാങ്കേതിക വിദ്യയുടെ മേഖല. അതിൻ്റെ ഒരു യുഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ നിയമം ഇന്ത്യയിലെ എല്ലാ നഗരത്തിലും നടപ്പിലാകും. അന്ന് വെച്ചാൽ ഇന്ത്യയിലെ IT തൊഴിലാളികളെ ഏതറ്റം വരെയും ചൂഷണം ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കും. ഇത് ഇന്ത്യയിൽ നിൽക്കുവോ? ഇല്ല. ഇതിന്റെ പ്രത്യാഘാതം ഇന്ത്യയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കില്ല. എന്ത് സംഭവിക്കും? ഈ ലോകോത്തര കമ്പനികൾ മൂന്നാം ലോക രാജ്യങ്ങളിലെ ഗവൺമെന്റുകളോട് പറയും, ആഫ്രിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ മൂന്നാം ലോക രാജ്യങ്ങളിലെ ദരിദ്ര രാജ്യങ്ങളോട് പറയും, ഇതാ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഈ നിയമം നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ കമ്പനികളെ മുഴുവൻ ഞങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും എന്നവർ പറയും. ഇന്ത്യയിലെ ലോകത്തിലെ മൂന്നാം ലോക രാജ്യങ്ങളിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഈ നിയമം നടപ്പിലാക്കേണ്ടി വരും. ഒരു വഴിയും ഉണ്ടാവില്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ചാ ലോകത്തിലെ പുതിയ തലമുറ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമത്തിനാണ് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആരംഭം കുറിച്ചത്. അതിനെ ചെറുത്തു, അതിനെതിരായി സമരം ചെയ്തു. ഞങ്ങളുടെ ജോലി പോയാലും, ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാലും, ഞങ്ങൾക്ക് എന്ത് തന്നെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവിടുത്തെ IT തൊഴിലാളികൾ പറഞ്ഞു. അവർ സ്വയംഭൂവായി പറഞ്ഞതല്ല. ഒരു ദിവസം രാവിലെ സ്വപ്നം കണ്ട് എഴുന്നേറ്റിട്ട് അവർ ആക്രോശിച്ചതുമല്ല. അവരെ കൊണ്ടങ്ങനെ പറയിപ്പിച്ച ഒരു സംഘടന എവിടെ ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പേരാണ് കർണാടക സ്റ്റേറ്റ് IT എംപ്ലോയീസ് യൂണിയൻ എന്നുള്ളത്, KITU എന്നുള്ളത്. ആ KITUവിന്റെ സമരത്തിന്റെ ഒടുവിൽ കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റിന് ആ നിയമം നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും പിൻവലിയേണ്ടി വന്നു. അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. അവർ ഞങ്ങൾ ഇത് നടപ്പിലാക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ആ KITU തൊഴിലാളികളെ നോക്കി ലോകത്തിലെ തൊഴിലാളികൾ അഭിനന്ദന കത്തെഴുതി. അവരെ അഭിവാദ്യം ചെയ്തു. അവർ പറഞ്ഞു,
നിങ്ങൾ വിജയിച്ചെടുത്തത് നിങ്ങളുടെ സമരം മാത്രമല്ല, ഞങ്ങളുടെ ആത്മാഭിമാനം കൂടിയാണ് നിങ്ങൾ ഈ നഗരത്തിൽ സമരം ചെയ്ത് വിജയിച്ചെടുത്തത് എന്ന് പറഞ്ഞു. ആ KITU-വിന് ഒരാസ്ഥാന മന്ദിരമുണ്ട് ബാംഗ്ലൂരിലെ മടിവാളയിൽ. ആ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് സ്റ്റാലിൻ സെന്റർ എന്നാണ്. അവർക്കൊരു പതാകയുണ്ട്. ആ പതാകയുടെ നിറം ചോരച്ചുവപ്പാണ്. അവർക്കൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM എന്നാണ്. എന്താണ് ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ചെയ്യാനുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ആ സമരത്തിലൂടെ നമ്മൾ കണ്ടത്. വിനു വി ജോണിന്റെ 9 മണി ചർച്ചയിൽ ഒരു 5 മിനിറ്റ് ഈ സമരത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്തില്ല. താജിന്റെ കഥാപ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഇടവേളയിൽ ഒരു 4 വരി പാട്ടായിട്ട് ഈ സമരത്തെക്കുറിച്ച് അവർ പറയില്ല. നമുക്ക് പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് എന്തുകൊണ്ട് ഈ കാലത്ത് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തോട് ഹൃദയം ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് അതേ കർണാടകത്തിൽ മറ്റൊരു സംഘടനയുണ്ട്. ഏതാ സംഘടന എന്നറിയോ? കാരണം ഒരുപക്ഷെ നമ്മുടെ എല്ലാം വായനയുടെ ഇടയിൽ ദേവദാസി സമ്പ്രദായത്തിനെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ദേവദാസികൾ ആരാ? ദേവദാസികൾ കേരളത്തിൽ ദേവദാസി സമ്പ്രദായം ഇല്ല. കർണാടകത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ഒറീസയിലുണ്ട്, പല നാടുകളിലും ബംഗാളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ദേവദാസി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണ്, അടയാളങ്ങളിൽ ഒന്നാണ് ദേവദാസി സമ്പ്രദായം. ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ 2 കുട്ടികളെ, പെൺകുട്ടികളെ, അവർ ഋതുമതിയായ ഉടനെ അവരെ ദൈവത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഏർപ്പാടിൻ്റെ പേരാണ് ദേവദാസി എന്നുള്ളത്. ചില ആളുകൾ ഋതുമതിയാകും, ചില ആളുകൾ അതിനു മുമ്പ് തന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ആ കുടുംബത്തിന് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ദേവദാസി. പെൺകുട്ടികളെ ദൈവത്തിന് വിവാഹം കഴിച്ചു കൊടുത്താൽ കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം. മാത്രല്ല, അങ്ങനെ ദൈവത്തിന് വിവാഹം കഴിച്ചു കൊടുത്ത പെൺകുട്ടികളെ പിന്നീട് വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക്. അതോടെ കല്യാണ ചെലവില്ല, വിവാഹത്തിന് ചെലവില്ല. 3, ദേവദാസികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിൽ തന്നെ താമസിക്കാം. അങ്ങനെയാകുമ്പോൾ ആ വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പ്രയാസമുള്ള മാനസിക പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വീട്ടിനകത്ത് ആവുകയും ചെയ്യും. ആരാ ദേവദാസികളായി മാറുക? ഏത് കുടുംബത്തിലെ മക്കളെയാ ദേവദാസികളാക്കിയിട്ട് മാറ്റുക? സമ്പന്ന കുടുംബത്തിലുള്ളവരാണോ? അവരുടെ വീട്ടിന് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പെൺമക്കളെ ദേവദാസികളാക്കോ? ഇല്ല. എഞ്ചിനീയർമാരുടെയും ബിസിനസ്സുകാരുടെയും മക്കളാണോ? അല്ല. ആരാവുക? കൂലിപ്പണിക്കാരുടെ മക്കളാ. ദളിതരായിട്ടുള്ള കുട്ടികളുടെ മക്കളാ. എന്ന് വെച്ചാൽ 2 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശേഷിയില്ലാത്ത വീടുകളിലെ മക്കളാണ് ദേവദാസികളായിട്ട് മാറുക. ദേവദാസികളായിട്ട് മാറി എന്താ സംഭവിക്കാന്നറിയോ? ദേവദാസികളായി തനിയെ മാറുന്നതല്ല. ഈ പെൺകുട്ടികളെ ആരെങ്കിലും നോട്ടുവിട്ടിട്ടുണ്ടാകും. ആ നാട്ടിലുള്ള ഏതെങ്കിലും പ്രമാണിമാർ, ഏതെങ്കിലും വലിയ ജന്മിമാർ, അവർ ചെറിയ പിഞ്ച് ശരീരങ്ങളെ അവർ ആർത്തിയോടെ നോക്കുന്നുണ്ടാകും. ആ കുട്ടികളുടെ വീട്ടിലേക്ക് ഈ പ്രമാണിമാർ പോകും. അവരുടെ മാതാപിതാക്കളെ പ്രലോഭിപ്പിക്കും. അവർക്ക് പണം നൽകാമെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദേവദാസിയാക്കിയാൽ നിങ്ങളുടെ വീട് ഞങ്ങൾ നോക്കാം എന്ന് പറയും. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പെട്ട് കിടക്കുന്ന കുടുംബം, 2 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വകയില്ലാത്ത കുടുംബം, ആ ദാരിദ്ര്യത്തിന് മുന്നിൽ, അവരുടെ ഗതികേടിന് മുന്നിൽ ഈ പ്രമാണിമാരുടെ വാക്ക് വിശ്വസിച്ച് മക്കളെ ദേവദാസികളാക്കി മാറ്റും. ദേവദാസികളായ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ലൈംഗിക അടിമകളായി മാറാം, അവർക്ക് വേശ്യകളായി മാറാം. അവരെ കണ്ണുവച്ചിട്ടുള്ള ആ നാട്ടിലെ പ്രമാണിമാർ തൊട്ടടുത്ത ദിവസം മുതൽ അവരെ കൂടെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവരുടെ ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിട്ട് ആ കുട്ടികളെ അവർ മാറ്റും. ആ ആർത്തി തീരുമ്പോ അവരെ ഉപേക്ഷിക്കും. പിച്ചയെടുത്ത് ജീവിക്കേണ്ടി വരുന്ന 100 കണക്കിന് ആളുകൾ ഇന്നുമുണ്ട് കർണാടകയിലെ വിവിധ നാടുകളിൽ. കർണാടകയിലെ
ഈ വിജയനഗര എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പിറകിൽ പോയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 10-30 വർഷം മുമ്പ് ദേവദാസികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ എച്ചില് തിന്ന് ജീവിക്കുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വികൃതമായ ചിത്രങ്ങളിൽ ഒന്ന് കാണണമെങ്കിൽ കർണാടകത്തിലേക്ക് പോവുക, ബെല്ലാരിയിലേക്ക്, വിജയനഗരയിലേക്ക്, അവിടുത്തെ ദേവദാസികളുടെ ജീവിതത്തിലേക്ക്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ദേവദാസികളായിട്ടുള്ള സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മാറ്റാം. അവർക്ക് കുട്ടികളുണ്ടാകും, പക്ഷെ ആ കുട്ടികൾക്ക് അച്ഛൻ ഉണ്ടാകില്ല. അച്ഛൻ ജീവശാസ്ത്രപരമായിട്ട് അച്ഛൻ ഉണ്ടാകും, പക്ഷെ പൊതുസമൂഹത്തിൽ അച്ഛന്റെ പേര് പറയാൻ വേണ്ടി പറ്റില്ല. സ്കൂളിൽ ആ കുട്ടികളെ ചേർക്കാൻ വേണ്ടി പോയാൽ അച്ഛന്റെ പേര് എഴുതാൻ വേണ്ടി പറ്റില്ല. അച്ഛനില്ലാത്ത മക്കളായിട്ട് സമൂഹത്തിന്റെ എല്ലാ അവജ്ഞയും നേരിട്ട് ആ മക്കൾക്ക് ജീവിക്കേണ്ടി വരും. ആ സമ്പ്രദായത്തിന്റെ പേരാണ് ദേവദാസി സമ്പ്രദായം എന്നുള്ളത്. ആ ദേവദാസികൾക്കുണ്ടല്ലോ ഇന്ന് കർണാടകത്തിൽ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് 2007 രൂപീകരിച്ച കർണാടക രാജ്യ ദേവദാസി മഹിളേര വിമോചന സമിതി എന്നാണ്. ഇന്ന് ആ സംഘടനയിൽ 40,000-ത്തിലധികം അംഗങ്ങളുണ്ട്, ദേവദാസികൾ അംഗങ്ങളായിട്ട് ഉണ്ട്. അവരിന്ന് എന്താ പറയാന്ന്, ഞങ്ങളൊക്കെ കർണാടകത്തിൽ പോകുമ്പോൾ ദേവദാസി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണാൻ വേണ്ടി നോക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം തൊടുന്നൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജീവിക്കുന്നത് ഒരു ഒറ്റമുറി വീട്ടിലായിരിക്കും, ദരിദ്ര പശ്ചാത്തലത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയാൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നാൽ പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിലുള്ള കീറിപ്പറഞ്ഞ ബാഗിലേക്ക് അവർ കൈയിടും. എന്നിട്ടോ അവരുടെ കയ്യിൽ എത്ര പണമാണോ അവർക്ക് ആ ബാഗിൽ നിന്ന് കിട്ടുന്നത് അതവർ നുള്ളിപ്പെറുക്കിയെടുക്കും, എന്നിട്ട് ഞങ്ങൾക്ക് തരും. ഒരു തവണയല്ല, ഇത് പലതവണ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്താ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഫണ്ട് ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ നിഷേധിക്കാൻ വേണ്ടി നോക്കും, പക്ഷെ സമ്മതിക്കില്ല. അവർ പറയും, മക്കളെ, നിങ്ങൾ നടത്തുന്ന ഒരു സമരം ഉണ്ടല്ലോ, ആ സമരത്തിൻ്റെ തുടർച്ചയിലാണ് ഈ നാട്ടിലെ ദേവദാസികളുടെ മക്കൾക്ക് സ്കൂളുകളിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റിയത്. നിങ്ങൾ നടത്തുന്നൊരു സമരം ഉണ്ടല്ലോ, ആ സമരത്തിൻ്റെ തുടർച്ചയിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഗതികേട് കൊണ്ട് ദേവദാസികളായി മാറേണ്ടി വന്ന, വേശ്യകളായി പിന്നീട് മാറേണ്ടി വന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ആത്മാഭിമാനത്തോടെ പഠിപ്പിക്കാം എന്നൊരാത്മവിശ്വാസം ഞങ്ങൾക്ക് തരുന്നത് നിങ്ങൾ നടത്തുന്ന സമരമാണ്. നിങ്ങളായിരുന്നു ഞങ്ങളെ ഈ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ സഹായിച്ചത് എന്ന് പറയും. നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഞങ്ങൾ തരേണ്ടത് എന്നവർ പറയും. ഇന്ന് കർണാടകത്തിലെ ദേവദാസികളുടെ ആ സംഘടന അവരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് കർണാടകത്തിൽ ദേവദാസികളായി മാറേണ്ടി വരുന്നവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. അവരുടെ മക്കൾക്ക് അച്ഛന്റെ പേര് കോളത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും സ്കൂളിൽ പോകാം. ഒരധ്യാപകരും ഒരു സമൂഹവും അവരെ പീഡിപ്പിക്കില്ല എന്ന് ഉറപ്പുണ്ട്. ഏകദേശം 10-30,000-ത്തിലധികം ആളുകൾക്ക് ഒരു മുറിയാണെങ്കിലും ഒരു വീടുണ്ട്. പകലോ രാത്രിയോ വ്യത്യാസമില്ലാതെ ഒരാളും തന്റെ ശരീരത്തിൽ കയറി പിടിക്കില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് പൊതുവിടങ്ങളിൽ നടക്കാനുള്ള ആത്മധൈര്യമുണ്ട്. ഏത് ഹോട്ടലിൽ കയറിയാലും ഇറക്കി വിടില്ല, ഭക്ഷണം ലഭിക്കും എന്ന ഉറപ്പ് അവർക്കുണ്ട്. ഇത് നേടിയെടുക്കാനുള്ള കരുത്തിലേക്ക് ഒരു സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജാതിയാൽ, വിശ്വാസങ്ങളാൽ, ആചാരങ്ങളാൽ, ലിംഗപദവിയാൽ, വർഗപദവിയാൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് കരുത്തു നൽകിയ കർണാടക രാജ്യ മഹിളേര സമിതിയുടെ പല നേതാക്കളും ഇന്ന് കർണാടകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള വിവിധ കമ്മിറ്റികളിൽ അംഗങ്ങളായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, പഞ്ചായത്തുകളിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ഇന്ന് എവിടെ എത്തിയെന്നറിയോ ആ സമരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കർണാടകത്തിലെ ദേവദാസികളുടെ കുടുംബത്തിലെ ആണുങ്ങളെ സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തി. ആണുങ്ങൾ എന്താ ചെയ്യുന്നത്? കർണാടകത്തിലെ ദേവദാസി കുടുംബങ്ങളിലെ ആണുങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അതിൽ പല ആളുകളും ചെയ്യുന്നത് ശവമടക്ക് തൊഴിലാളികളാണ് എന്ന്. ശവമടക്കുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലെ ശവമടക്ക് തൊഴിലാളികൾക്കുള്ളൊരു ജീവിതമായിരിക്കില്ല അവിടുത്തെ ആളുകൾക്ക്, ഒരു സുരക്ഷ ഉണ്ടാവില്ല. ആ ശവമടക്ക് തൊഴിലാളികളുടെ യൂണിയൻ ഇന്നുണ്ടാക്കി കർണാടകത്തിൽ. 1000-ത്തിലധികം ശവമടക്ക് തൊഴിലാളികളുടെ യൂണിയൻ ഉണ്ടാക്കി കർണാടകത്തിൽ. ഇനി നിങ്ങൾ എന്നോട് പറയൂ,
ഇന്ത്യയിൽ ചെങ്കൊടി പ്രസ്ഥാനത്തിന് ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പങ്കുമില്ല എന്ന് ആര് പറഞ്ഞാലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏത് വലതുപക്ഷത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മുടെ സമരം തുടരുകയാണ്. എത്രയോ അനുഭവങ്ങൾ, കർഷക സമരത്തിന്റെ ധീരമായ അനുഭവങ്ങൾ കണ്ടവരാണ് നമ്മൾ. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഏത് മേഖലയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ മനുഷ്യ ജീവിതത്തിൽ ആത്മാഭിമാനത്തിന്റെ പ്രകാശം പരത്താൻ ഒരു ചോരച്ചെങ്കൊടി പാറിപ്പറക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ ചെങ്കൊടി പാറുന്നിടത്തോളം കാലം, ആ ചെങ്കൊടിക്ക് മനുഷ്യ ജീവിതത്തിൽ ആത്മാഭിമാനത്തിന്റെ നിറമുള്ളിടത്തോളം കാലം, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റേതൊരു പ്രസ്ഥാനത്തെക്കാളും പ്രസക്തിയുണ്ട് എന്ന അനവധ്യമായ ആത്മാഭിമാന ബോധത്തോടെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനാ നമ്മൾ ഇടതുപക്ഷമാകുന്നത്? എങ്ങനെയാ നമ്മൾ ഇടതുപക്ഷമായി ജീവിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മുടെ എല്ലാം നാട്ടിലിപ്പോ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ ഒരു കാലാണ്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പൈസയാണ് കേട്ടോ. 4 ലക്ഷം റുപ്യൊക്കെയാണ്. ഇപ്പം ഈ അടുത്ത് കോഴിക്കോട് കുറേ ബിസിനസ്സുകാരെ വിളിച്ചിട്ട് ആ ബിസിനസ്സുകാരെ മുഴുവൻ തന്തക്ക് വിളിച്ചൊരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടായിരുന്നു. 4 ലക്ഷം റുപ്യാണ് 1 മണിക്കൂറിന് എന്നാണ് കേട്ടത്. മോട്ടിവേറ്റ് ചെയ്യാണ്, പ്രചോദിപ്പിക്കുകയാണ്. എന്താ ഇതിൻ്റെ സാരം? നമ്മളെല്ലാം നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കേട്ടിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. എന്താ ഇതിൻ്റെ ഒരു സാരം? ഇതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ: ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിങ്ങളാണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കുക, അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളെ ബോധിപ്പിക്കുക. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ മതി എന്ന് നിങ്ങൾ കരുതുന്ന നിമിഷം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു സാരം. എന്താ ഇടതുപക്ഷത്തിൻ്റെ പ്രചോദനം? ഇടതുപക്ഷക്കാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കരുത്ത് നൽകുന്നത് എന്താ എന്നുള്ളൊരു ചോദ്യമല്ലേ? എന്താ അത്? ഈ ലോകം കറങ്ങുന്നത് എൻ്റെ ചുറ്റുമാണ് എന്ന തോന്നലാണോ? ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഞാനാണ് എന്ന തോന്നലാണോ? ഈ ലോകത്തെ ഏറ്റവും പ്രധാനം എൻ്റെ സന്തോഷമാണ് എന്ന തോന്നലാണോ? അല്ല. എന്തായിരിക്കണം ഇടതുപക്ഷത്തെ യൗവനമായിട്ട് ജീവിക്കുമ്പോൾ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആവേശത്തിന്റെ, പ്രചോദനത്തിന്റെ ഘടകം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ മറുപടി ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവകാരിയായിരുന്ന ഫ്രിദ കായ്ലോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. മെക്സിക്കോയിലെ ചിത്രകാരി. അവർ ഒരിക്കൽ പറയുന്നതാണ് എന്താണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങളെന്ന്. അവർ പറയുന്ന ഉത്തരം 3 എണ്ണമാണ്. ഒന്ന്, ആദ്യത്തെ ഘടകം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് എന്നാണ്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. ആ സ്നേഹം എന്തല്ല? എന്നോട് മാത്രമുള്ള സ്നേഹമല്ല, എൻ്റെ കുടുംബത്തോട് മാത്രമുള്ള സ്നേഹമല്ല, അറിയപ്പെടാത്ത ലോകത്തെ മഹാമനുഷ്യരുമായിട്ട് സാഹോദര്യം നൽകുന്ന സമരത്തിൻ്റെ ധാരയിൽ എനിക്ക് ലഭിക്കുന്ന ഒരു സ്നേഹം. പലസ്തീനിലെ മക്കളെ സ്നേഹിക്കാനുള്ള എൻ്റെ കരുത്ത് ലോകത്തെ ഏത് മനുഷ്യരോടും ഹൃദയം ചേർത്ത് വെക്കാനുള്ള സ്നേഹമല്ലേ? അതുകൊണ്ടാണ് വിശ്വവിപ്ലവകാരിയായിരുന്ന ചെഗുവേര, അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, അറ്റ് ദ റിസ്ക് ഓഫ് ബീയിങ് റെഡിക്യൂൾഡ്, പരിഹസിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എ ട്രൂ റവല്യൂഷണറി ഈസ് ഗൈഡഡ് ബൈ സ്ട്രോങ് ഫീലിങ്സ് ഓഫ് ലവ് എന്ന്. ഒരു യഥാർത്ഥ വിപ്ലവകാരിയെ മുന്നോട്ട് നയിക്കുന്നത് ഏറ്റവും ആഴത്തിലുള്ള സ്നേഹ വായ്പകളാണ് എന്ന്. ഇടതുപക്ഷമായിരിക്കാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഗുണം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്നേഹിക്കാനുള്ള കഴിവാണ്. ആ സ്നേഹം നിങ്ങൾക്ക് നാടിന് നൽകാൻ വേണ്ടി പറ്റുമ്പോഴാണ് തിരിച്ച് സ്നേഹിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറുക. അതുകൊണ്ടാണ് 29 വർഷവും 10 മാസവും 3 ദിവസവും കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങാൻ വേണ്ടി പറ്റാതെ ജീവിച്ചിരുന്ന, കൺപോളയും വായിലെ നാവുമല്ലാതെ ശരീരത്തിലെ മറ്റൊരവയവവും ചലിപ്പിക്കുവാൻ വേണ്ടി പറ്റാതെ 29 വർഷം 10 മാസം 3 ദിവസം കിടന്ന കിടപ്പിൽ നിന്ന് ഒന്ന് ഞെരങ്ങാൻ വേണ്ടി പറ്റാതെ ജീവിച്ചു മരിച്ച പുതുക്കുടി പുഷ്പൻ എന്ന് പറയുന്ന ശരീരത്തെ കാണാൻ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ വിണ്ടുപൊട്ടുന്ന, വിങ്ങി നീറുന്ന ഹൃദയവും കണ്ണുനീരുമായിട്ട് തലശ്ശേരിയിലും പാനൂരിലും കൂത്തുപറമ്പിലെ രക്തസാക്ഷി സ്തൂപത്തിന് സമീപത്തുമെല്ലാം
ഒരുപക്ഷെ സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ യാത്രയയപ്പുകളിൽ ഒന്നിന് ഒത്തുകൂടിയ കാഴ്ച നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു വിപ്ലവകാരിയുടെ ഏറ്റവും ആദ്യത്തെ കടമ, ഏറ്റവും ആദ്യത്തെ ഗുണം ഈ ലോകത്തെ സ്നേഹിക്കുക. എൻ്റെ ഏത് നഷ്ടത്തിന്റെ മുന്നിലും, എൻ്റെ ഏത് ത്യാഗത്തിന്റെ മുന്നിലും, ഏത് വേദനയുടെ മുന്നിലും ലോകത്തെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു കരുത്തുണ്ടല്ലോ, ആ കരുത്താണ്, ആ കരുത്തിന്റെ രൂപമായിരുന്നു പുഷ്പൻ. അതുകൊണ്ടാണ് ജൂലിയസ് ഫ്യൂച്ചിക് 40ാമത്തെ വയസ്സിൽ പ്രാഗിലെ ഫാഷിസ്റ്റ് തടവറയിൽ കിടക്കുമ്പോഴാണ്, തടവ് വധശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്ന കാലത്താണ് തന്റെ കയ്യിൽ ലഭിച്ചിരുന്ന ചെറിയ കീറക്കടലാസുകൾ, ചെറിയ കടലാസ് തുണ്ടുകളിൽ പെൻസിലുകളിൽ കുത്തിക്കുറിച്ച് രഹസ്യമായി പുറത്തേക്ക് കടത്തിയിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം തന്റെ ആത്മവേദനകളുടെ പുസ്തകമായിരുന്നില്ല. ആ പുസ്തകം തന്റെ നഷ്ടലോകത്തെയും സ്വപ്നത്തെയും കുറിച്ചിട്ടുള്ള പുസ്തകമായിരുന്നില്ല. ആ പുസ്തകം എന്റെയും നിങ്ങളുടെയും കർമ്മജീവിതത്തിലെ പാഠപുസ്തകമായിട്ട് നമ്മൾ മാറ്റേണ്ടതാണ്. ആ പുസ്തകം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത് ജൂലിയസ് ഫ്യൂച്ചിക്ക് തൂക്കിലേറ്റപ്പെട്ടതിന് ശേഷമാണ്. അദ്ദേഹം ആ പുസ്തകത്തിന് നൽകിയ പേര്, ആ പുസ്തകം പിന്നീട് നമ്മുടെ കൈകളിലെത്തിയത് നോട്ട്സ് ഫ്രം ദ ഗാലോസ്, കൊലമരത്തിൽ നിന്നുള്ള കുറിപ്പുകൾ എന്നുള്ള പേരിലാണ്. അതിൽ ജൂലിയസ് ഫ്യൂച്ചിക്, മരണത്തെ കാത്തുകിടക്കുന്ന ജൂലിയസ് ഫ്യൂച്ചിക് അതിൽ എഴുതി ചേർക്കുന്നുണ്ട്, എന്തിനാണ് ഞങ്ങൾ സമരം ചെയ്തത്, എന്തിനാണ് ഞങ്ങൾ പോരാടിയത്. അദ്ദേഹം പറയുന്ന ഉത്തരം, ബിക്കോസ് വി went for the battle, ഞങ്ങൾ ആ സമരത്തിന് വേണ്ടി പോയി, കാരണം we loved the life എന്നാണ്. ഞങ്ങൾ ജീവിതത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്, ജീവിതത്തെ വെറുത്തു എന്നല്ല. ഇതെല്ലാം മടുത്ത് സമരം ചെയ്യാൻ ഇറങ്ങുന്നവരല്ല ഇടതുപക്ഷം. ഞങ്ങൾ ജീവിതത്തെ സ്നേഹിച്ചു. We loved the life, for the beauty of it we went to fight എന്നാണ്. ആ ജീവിതത്തിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി, ആ ജീവിതത്തിന്റെ ആനന്ദത്തിന് വേണ്ടി, ആ ആനന്ദത്തിന്റെ ഉടമകളായി ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതുകൊണ്ട് ഈ സമരം തുടരുക തന്നെ ചെയ്യും, ഞങ്ങൾ ഇല്ലാതായാലും എന്നായിരുന്നു ജൂലിയസ് ഫ്യൂച്ചിക്ക് എഴുതുന്നത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 1931 മാർച്ച് മാസം 23-ാം തീയതി ഒരു പുലർച്ചെ തടവറയുടെ മുന്നിൽ ഇങ്ങനെ കഴുമരം തൻ്റെ മുന്നിൽ താഴ്ന്നു നിൽക്കുമ്പോൾ, തൻ്റെ കഴുത്തിനു വേണ്ടി അതിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വലതുവശത്ത് തൻ്റെ മരണം സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനോട്, മജിസ്ട്രേറ്റിനോട് അദ്ദേഹത്തെ നോക്കി കണ്ണിൽ കണ്ണുനീരിൻ്റെ നനവില്ലാതെ, ഹൃദയമിടിപ്പിൻ്റെ വേഗത 1 സെക്കൻഡ് വർദ്ധിക്കാതെ കൊലമരത്തിൻ്റെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം. ആ വാചകം ഇങ്ങനെയായിരുന്നു, ഹൗ എ ലക്കി പേഴ്സൺ യു ആർ മിസ്റ്റർ ഓഫീസർ. എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണോ നിങ്ങൾ ഓഫീസറെ എന്ന്. കാരണം എങ്ങനെയാണ് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വിപ്ലവകാരി തെല്ലും കുറ്റബോധമില്ലാതെ അഭിമാനബോധത്തിന്റെ ആകാശത്തു നിന്ന് കഴുമരത്തിലേക്ക് പോകുന്നത് എന്ന് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ എന്ന് തൻ്റെ മരണത്തെ രേഖപ്പെടുത്തുവാൻ വേണ്ടി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനെ നോക്കി പറഞ്ഞ് പുഞ്ചിരിച്ച ഭഗത് സിംഗ് എന്ന രക്തസാക്ഷിയ. ഈ സമൂഹത്തോടുള്ള സ്നേഹമായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. 2, ജീവിതത്തിൽ എല്ലാ കാലത്തും മർദ്ദിതരായ മനുഷ്യരുടെ കൂടെ നിൽക്കുക. നിങ്ങൾ നാളെ ഡോക്ടറാകും. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരായി മാറില്ല. നിങ്ങളെല്ലാം നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായി മാറണം എന്നുമില്ല. അതിനല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. അതല്ല ഈ ഇരിപ്പിന്റെ ലക്ഷ്യം. നിങ്ങൾ അധ്യാപകരാകും, നിങ്ങൾ എഞ്ചിനീയർമാരാകും, നിങ്ങൾ എഴുത്തുകാരാകും, മാധ്യമപ്രവർത്തകരാകും, നിങ്ങൾ ശാസ്ത്രജ്ഞരാകും, ചലച്ചിത്ര പ്രവർത്തകരാകും, നിങ്ങൾ കായിക താരങ്ങളാകും, നിങ്ങൾ ഗവേഷകരാകും, ആരുമോ ആകട്ടെ. സമൂഹത്തിന്റെ ഏത് തുറയിലേക്ക് പോയാലും എൻ്റെ പക്ഷമേതായിരിക്കണം, എൻ്റെ ചെയ്തികൾ ആരെ സഹായിക്കണം എന്ന ചോദ്യത്തിന് അത് അധികാരത്തിന്റെ കൂടെയല്ല, ആടയാഭരണങ്ങളുടെയും അലങ്കാരത്തിന്റെയും കൂടെയല്ല, അധിനിവേശ യുക്തിയുടെ കൂടെയല്ല. എൻ്റെ പക്ഷം, എൻ്റെ ചെയ്തികൾ ഈ നാട്ടിലെ അധികാരമില്ലാത്ത ദുർബലരായ മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ഒന്നായി മാറണം എന്ന തോന്നൽ. അങ്ങനെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നു എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നമ്മെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന 2ാമത്തെ ഘടകം. 3ാമത്തെ ഘടകം നിരന്തരം പഠിക്കുക, നവീകരിക്കുക. ഈ ലോകത്തിനൊപ്പവും ആവശ്യമുള്ളപ്പോൾ ഈ ലോകത്തിന്റെ മുന്നിലും സഞ്ചരിക്കുവാൻ വേണ്ടി പറ്റുന്ന
കരുത്തിലേക്ക്, കഴിവിലേക്ക് നമ്മളെ വളർത്തുക. നിന്ന നിൽപ്പിൽ നിൽക്കുന്ന ഒരാൾ, അനങ്ങാതെ നിൽക്കുന്ന ഒരാൾ ഇടതുപക്ഷമല്ല. നിരന്തരം ചലിക്കുന്ന, നിരന്തരം പഠിക്കുന്ന, സമരങ്ങളിലൂടെ പഠിക്കുന്ന, സംഘാടനത്തിലൂടെ പഠിക്കുന്ന, ആ സമരങ്ങളിലൂടെ കൂടുതൽ നല്ല മനുഷ്യരായി മാറുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ തൊഴിലാളി വർഗത്തിന്റെ സമരങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സമര പോരാട്ടത്തിൽ ഇന്നലകളിൽ ഈ നാട് കടന്നു വന്നിട്ടുള്ള ധീരോജ്വലമായിട്ടുള്ള സമര ചരിത്രത്തോട് കൂറുള്ള, അതിനെ നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന, അതിന്റെ തുടർച്ചയായിട്ട് മാറുവാൻ നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തെ, നമ്മുടെ യൗവനത്തെ, വരും കാല ജീവിതത്തെ മാറ്റിത്തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് സമര പോരാട്ടങ്ങളുടെ തെരുവുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്കേവർക്കും നല്ലൊരു കാലത്തിനു വേണ്ടി ഈ ചോരച്ചെങ്കൊടിക്കൊപ്പം ഒത്തുചേരാം, ജീവിക്കാം, പൊരുതാം, ആനന്ദിക്കാം എന്ന വാചകത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.